മുടി കൊഴിച്ചിലിനും ഹെയർ ഗ്രോത്തിനും ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ലേ? കുറെ ഓയിലുകൾ പരീക്ഷിച്ച് നോക്കി, ഷാംപൂ ചേഞ്ച് ചെയ്തു, ഹോം റെമഡീസ് നോക്കി, എന്നിട്ടും നമുക്ക് ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ഹെയർ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത് തലയിൽ നിന്ന് മാത്രമല്ല. ആദ്യം ഹെയർ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ബോഡിയിൽ നിന്നാണ്. അതെന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരമാണ് നമ്മൾ ആദ്യം കണ്ടത്. യുവർ ഹെയർ ഈസ് ഹംഗ്രി ആൻഡ് ഓയിൽ കാൺ ഫീഡ് ഇറ്റ്. ഹെയറിന് ഏറ്റവും ആവശ്യമായ ഘടകം എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് വൈറ്റമിൻ, മിനറൽ, ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹോർമോൺസ് ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സീരീസിൽ പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഹെയർ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഹെയറിന് നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ച് നമുക്ക് എങ്ങനെ മുടി വളർത്താം, ഇതൊക്കെയാണ് നമ്മളുടെ ഈ സീരീസിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ തന്നെയാണ്. നമ്മൾ ഹെയറിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് മെസ്സേജസ്, ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള സംശയങ്ങളും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് തന്നെ അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ശരിക്കും ഒരു ഐഡിയ വന്നത്. വേറെ ഒന്നുമല്ല, ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഞാൻ അനുഭവിച്ച പ്രശ്നമായിരിക്കില്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹെയർ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കുള്ള പോംവഴി എന്താണ് എന്നാണ് നമ്മൾ ഈ സീരീസ് കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത്. സോ ഇത് പാർട്ട് 1 ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഉണ്ടാകുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. സോ നമ്മുടെ ഹെയറിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് പ്രോട്ടീന്റെ അളവ് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനെ നല്ല രീതിക്ക് ബാധിക്കും. അത് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാണ്. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ, ഹെയർ ജേർണിയുടെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്ത സമയത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്റെ ഏത് ഹെയറിന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രോട്ടീൻ എന്ന ഘടകത്തിന് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. പ്രോട്ടീൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചിലപ്പോൾ മുട്ട എന്നാണ് പറയാറ്. കാരണം മുട്ട കഴിച്ചിട്ടാണ് എന്റെ ഹെയറിന് ഇത്രയും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. അതിലെനിക്ക് ശരിക്കും ഒരു അത്ഭുതം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിയാതെ ചെയ്ത കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ മുട്ട ഫാനായി മാറിയിട്ടുണ്ട് ഇപ്പം. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് ഏറ്റവും ആവശ്യമായ ഘടകം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നമ്മൾക്ക് കഴിക്കുന്നതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഡെയിലി കഴിക്കുന്നതിൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഞാൻ മുട്ട കഴിക്കുന്നു, പക്ഷെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതും എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ മുട്ട കഴിക്കുന്ന സമയത്ത് അലർജി, ഇച്ചിങ് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് മുട്ട കഴിക്കാൻ വേണ്ടി പറ്റില്ല, അതിന് പകരം എന്ത് ചെയ്യാം. അപ്പം അതുപോലെ ഈ പ്രോട്ടീൻ കൊണ്ടുള്ള നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഹെയറിന് അത്രയും നല്ലതാണ്. അത് നിങ്ങൾ എന്തായാലും ഡെയിലി നിങ്ങളുടെ ഫുഡിൽ പ്രോട്ടീൻ എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും നല്ലതാണ്. ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ടു അവർ ഹെയർ ഗ്രോ സീരീസ് പാർട്ട് 1. ഹെയർ ഫോള് അല്ലെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഇല്ല എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കുറെ അഡ്വർടൈസ്മെന്റുകളായിരിക്കും അല്ലെ. നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് ഷാമ്പു ഉപയോഗിക്കാം, ഹെയർ ഫോൾ ഷാമ്പൂസ് ഏതൊക്കെയാണ്, ഹെയർ ഗ്രോത്ത് ഷാമ്പൂസ് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഏതൊക്കെയാണ്, ഒണിയൻ ആണോ വേണ്ടത്, റോസ്മേരി ഓയിൽ ആണോ, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെയർ ഓയിലും ഒരുപാട് ഷാമ്പുവും എക്സ്പെരിമെന്റ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ മുടിന്റെ ഒരു ഫ്ലോപ്പ് ആവേണ്ട, എത്രത്തോളം ഫ്ലോപ്പ് ആവാമോ അത്രയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്കൊരു മാറ്റം വരുത്തിയത് ഒരു ഞാൻ കഴിക്കുന്ന ഫുഡിൽ വന്നിരിക്കുന്ന ചേഞ്ച് ആണ് എന്ന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്ന പറയത്തില്ലേ, അതുപോലെ എനിക്കൊരു ചേഞ്ച് വന്നത് ആ ഒരു കഴിക്കുന്ന ഫുഡിലാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതിനുശേഷം നമ്മൾ ഇതിന്റെ പിന്നാലെ പോയി പെട്ടെന്ന് നമുക്ക് അത് നടക്കാത്തൊരു സാധനം പെട്ടെന്ന് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നടക്കാത്ത സാധനം നമ്മൾക്ക് ഒരുപാട് പരിശ്രമിച്ചിട്ട് അത് നടന്നില്ല. സോ നമ്മൾ അത് ഗിവ് അപ്പ് ചെയ്തു. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നു. അങ്ങനെയായിരുന്നു എനിക്കുണ്ടായത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹെയറിൽ ഞാൻ ട്രീറ്റ്മെന്റ് എടുത്ത സമയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും കരഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം വല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വരെ ഭയങ്കര ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് അടിക്കുന്ന രീതിക്ക്, ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു രീതിക്ക് അങ്ങനെയൊക്കെ ആയിപ്പോയി പെട്ടത്. എനിക്കറിയില്ല, ഇനിയിപ്പോ രണ്ടാമത് മുടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതേ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നു കരുതുന്നില്ല. കാരണം ഇപ്പൊ എനിക്ക് ഞാനൊരു മെന്റലി കുറച്ച് സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്. അഥവാ എനിക്ക് ഹെയർ പെട്ടെന്ന് എന്താ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഹെയർ ഉണ്ട് അല്ലെങ്കിൽ നമ്മളൊന്നും കാര്യം നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ചിലപ്പോൾ തകരണം ചെയ്യും. പക്ഷെ അന്ന് എനിക്ക് ശരിക്കും ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. ഓഫീസിൽ പോകാൻ വേണ്ടി പറ്റില്ല, മറ്റുള്ള ആൾക്കാരെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തുപോട്ടെ, എനിക്കൊരു സെൽഫി എടുക്കാൻ വേണ്ടി പോലും ഒരു കോൺഫിഡൻസ് ഇല്ല സിറ്റുവേഷൻ. ആരെങ്കിലും സെൽഫി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന സിറ്റുവേഷൻ. അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ എനിക്ക് നടന്നിട്ടില്ല കേട്ടോ. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഞാൻ കഴിക്കുന്ന ഫുഡ് അല്ലാണ്ട് ഞാൻ ഒരു പ്രോപ്പറായിട്ട് ഒരു എക്സ്പെൻസീവ് ഷാമ്പു, എക്സ്പെൻസീവ് ഓയില് അങ്ങനെ ഒരു സാധനവും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിക്കുന്ന ഫുഡിൽ വന്ന മാറ്റമാണ് എന്റെ ഹെയറിനും എനിക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് ഞാൻ വരുത്തിയത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെടുത്തും എന്റെ ഹെയറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ അന്ന് വീഡിയോ ഇട്ടത്. അതിനുശേഷമാണ് എനിക്ക് നിങ്ങളെല്ലാവരും ഒരുപാട് മെസ്സേജ്, നമ്മുടെ ഡയറ്റിന്റെ പ്ലാൻ ഉണ്ടായിരുന്നില്ലേ, അത് എല്ലാവർക്കും ഇപ്പൊ യൂസ് ചെയ്തിട്ട് നല്ല നല്ല ഒപ്പീനിയൻസ് ആണ് എല്ലാവരും പറയുന്നത്. ഡയറ്റ് പ്ലാനും അതുപോലെ നമ്മുടെ ഹെയർ ഹാബിറ്റും ഒക്കെ ചെയ്തിട്ട് നല്ല ഒരു ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതിന് ബേസ് ചെയ്തിട്ട് ചെയ്യണമെന്നും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സൈഡിൽ തന്നെ സജഷൻ ആയിരുന്നു.
ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഓയിൽ എത്ര പരീക്ഷിച്ചാലും അല്ലെങ്കിൽ ഹെയറിലെ ഷാമ്പു എത്ര പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഹെയറിന് ഒരു മാറ്റവും വരാൻ വേണ്ടി പോകുന്നില്ല. കാരണം അത് നമ്മൾ കൊടുക്കേണ്ടത് ഇൻസൈഡിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹെയറിന് ആദ്യം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ. നമ്മുടെ മുടി ഉണ്ടാകുന്നത് ഒരു കെരാട്ടിൻ കൊണ്ടാണ്. കെരാട്ടിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് എഫക്ട് ചെയ്യാൻ വേണ്ടി പോണേ നമ്മുടെ ഹെയറിലാണ്. നിങ്ങൾക്ക് അമിതമായിട്ട് ഹെയർ ഫോള് അല്ലെങ്കിൽ ഭയങ്കര തിന്നായിട്ട് വളരുന്ന മുടി വളരെ തിന്നായിട്ട് വളരുക, അതുമല്ല ഹെയർ ഗ്രോത്ത് ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയർ ഗ്രോത്ത് സ്ലോ ആവത്തുള്ളൂ. പക്ഷെ അതിന് മുൻപേ നിങ്ങളെ ഹെയർ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ടാണ് ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലാണ് ഈ പ്രോട്ടീൻ എന്ത് ചെയ്യാം കൂടുതലായിട്ട് കഴിക്കേണ്ടത്. അപ്പൊ പിന്നെ ഞാൻ പറയുന്ന വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം ഇപ്പൊ ഞാൻ പറയുന്ന എക്സാമ്പിൾ അറിയാം, അല്ലെങ്കിൽ പരിപ്പ് അല്ലെങ്കിൽ മുട്ട അതൊക്കെയാണ് പ്രോട്ടീൻ റിച്ച് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു ദിവസം കുറെ അങ്ങ് കഴിച്ചിട്ട് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കി വെക്കരുത്. എല്ലാത്തിനും അതിന്റേതായ ഒരു അളവും കണക്കും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് നമ്മളെ ശരീരത്തിലേക്ക് എടുക്കുവാണെങ്കിലും അതിനനുസരിച്ച് മാത്രം. ഇപ്പൊ എനിക്ക് ഹെയർ ഗ്രോസ് ഉണ്ട്, പ്രോട്ടീൻ ആണ് എന്റെ ഹെയറിന്റെ പ്രോബ്ലം, അതോടെ ഞാൻ 3 നേരം മുട്ട കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ എല്ലാ അസുഖം വരുന്നത് നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് അതിന്റേതായ ഒരു പ്രോപ്പർ പോർഷൻ എടുത്തിട്ട് നിങ്ങൾ കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പോ സജഷൻസ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എടുത്തിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് DM ഞാൻ റിപ്ലൈ തരാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് എന്റെ ഹെയർ ഗ്രോത്തിലേക്ക് ഈ സീരീസ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ എങ്ങനെയായിരുന്നു എന്റെ ഹെയർ ജേർണി എന്നത് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാം. പിന്നെ പ്രോട്ടീന്റെ കാര്യം ഞാൻ അന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് വന്നിരുന്ന ഒരു മെസ്സേജ് ആണ്, പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. ആക്ച്വലി അതിന് ഭയങ്കര അത് നമുക്ക് നാച്ചുറലി കുറെ പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. അപ്പൊ അത് നമുക്ക് കഴിക്കാം. അല്ലാണ്ട് ഈ പ്രോട്ടീൻ പൗഡർ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അത് ഈ മസിൽ ഗെയിനിങ്ങിന് കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രോപ്പർ ജിമ്മിൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ അത് അങ്ങനെയൊക്കെ പോയിട്ട് അവർ തരുന്ന പ്രോട്ടീൻ പൗഡർ നമുക്ക് കഴിക്കാം. പക്ഷെ അത് ഹെയറിന് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വഴി നമുക്ക് എടുക്കണ്ട. അതിനകത്തൊരു ഈസി വേ ആണ്. അപ്പൊ അത്ര ഈസി വേ നമ്മൾ എടുക്കണ്ട. നമുക്ക് നമ്മുടെ ഫുഡുകളിൽ നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛൻ കൊണ്ടുതരുന്ന അല്ല അമ്മ ഉണ്ടാക്കി തരുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് കുറച്ച് എക്സ്ട്രാ കഴിക്കാം, വേണ്ടാത്തത് കുറച്ച് കുറയ്ക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാണ്ട് പൗഡേർഡ് വേർഷൻ എടുത്ത് പാല് മിക്സ് ചെയ്തിട്ട് കുടിച്ചിട്ട് ഞാൻ ഡെയിലി പ്രോട്ടീൻ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഒരു വീഡിയോ അങ്ങനത്തെ രീതിക്ക് നിങ്ങൾ എടുക്കരുത് പ്രോട്ടീൻ. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രോട്ടീൻ മാസ്ക് അല്ലെങ്കിൽ പ്രോട്ടീൻ ഷാമ്പു അങ്ങനെ കുറെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് പ്രോട്ടീൻ കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ നമ്മളുടെ ഇൻസൈഡ് ത്രൂ നമുക്ക് എങ്ങനെ പ്രോട്ടീൻസ് നമ്മളെ ഹെയറിലേക്ക് എത്തിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അതല്ലാണ്ട് പ്രോട്ടീൻ ഷാമ്പു ഇപ്പൊ ഞാൻ ഇത് നേരത്തെ പറഞ്ഞ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വരാൻ വേണ്ടി പോണ സംശയങ്ങളാണ്. ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറെ സംശയങ്ങൾ എനിക്ക് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ പ്രോട്ടീൻ ഷാമ്പു യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രോട്ടീൻ ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം കുറച്ച് ഭക്ഷണം കഴിക്കാം. പ്രോട്ടീൻ കിട്ടുന്ന ഹെയറിന് പറ്റുന്ന നമ്മൾ ആരോഗ്യത്തിന് നല്ലതായിട്ട് രീതിയിലുള്ള കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കാം. എന്നിട്ട് നമുക്കൊരു ചേഞ്ച് ആണ് വരുന്ന സമയത്ത് നമുക്ക് ഈ വേറെ പൈസ കൊടുത്തിട്ടുള്ള ഈ ഷാമ്പുവോ അല്ലെങ്കിൽ ഹെയർ മാസ്കോ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രോട്ടീൻ പൗഡറോ ഒന്നും ആശ്രയിക്കേണ്ടി വരത്തില്ല. ഒരു ദിവസം നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്രയാണോ അതിന്റെ 1 kg 0.8 to 1 gram പ്രോട്ടീൻ ആണ് വേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് 60 kg ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 48 gram to 60 gram പ്രോട്ടീൻ ആണ് നിങ്ങൾ ഡെയിലി എടുക്കേണ്ടത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ പ്രോട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫുഡ് ഓപ്ഷൻസ് പറയാം. കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ മുട്ട പറഞ്ഞ സമയത്ത് അപ്പൊ ഞാൻ വെജിറ്റേറിയൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തവണ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും നോൺ വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം. വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് പരിപ്പ് ഒരു നല്ല പ്രോട്ടീൻ സോഴ്സ് ആണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം നമ്മൾ എടുക്കേണ്ട അളവിൽ കൂടുതൽ നിങ്ങൾ പരിപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരിപ്പാണെങ്കിലും പിന്നെ വെജിറ്റേറിയൻസിന് പറ്റുന്ന വേറൊരു പ്രോട്ടീൻ ഓപ്ഷൻ എന്ന് പറയുന്നത് കടല നല്ലൊരു പ്രോട്ടീൻ ഓപ്ഷൻസ് ആണ്. പക്ഷെ പ്രോട്ടീൻ ഓപ്ഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ അളവിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അളവിൽ തന്നെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കണം. ആൻഡ് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് പനീറിൽ ഒരു ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ഇപ്പൊ പനീർ നിങ്ങൾ ഫ്രൈഡ് ഒക്കെ ആയിട്ട് കഴിക്കുന്ന സമയത്ത് അതിന്റെ പ്രോട്ടീൻ സോഴ്സ് കുറയും. അപ്പൊ നിങ്ങൾ മാക്സിമം അത് ഈ കറി വേർഷനിലേക്കൊക്കെ ആക്കിയിട്ട് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഓക്കെ. പക്ഷെ നമ്മള് പ്രോട്ടീൻ നല്ല ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഫ്രൈ ഒക്കെ നിങ്ങൾ ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് അതിന്റെ നല്ല ഗുണങ്ങൾ നശിപ്പിച്ച് കഴിക്കരുത് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിക്കുന്നത് അതിന്റെ അളവ് അനുസരിച്ചിട്ട് അതിന്റെ ഹെൽത്തി വേയിൽ കഴിക്കാം. പിന്നെ നട്ട്സ് ആൻഡ് സീഡ്സ് ആണുള്ളത്. നട്ട്സ് ആൻഡ് സീഡ്സിൽ വാൾനട്ട് അല്ലെങ്കിൽ പംകിൻ സീഡ്സ് ഇതൊക്കെ നല്ല റിച്ച് ഇൻ പ്രോട്ടീൻസ് ഉള്ളതാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ വളരെ ബെറ്റർ ആണ്.
പിന്നെ നോൺ വെജിറ്റേറിയൻസിലുള്ള ഓപ്ഷൻ ആണ്. നോൺ വെജിറ്റേറിയൻസ് പറയുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ഒരു മുട്ട ഫാൻ ഗേൾ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് മുട്ട പറയാം. മുട്ട പിന്നെ നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ ഒക്കെ ഒരു വലിയൊരു കോൺട്രവേഴ്സ് നടക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു നോൺ വെജിറ്റേറിയൻസിലാണ് ഞാൻ മുട്ട വരുത്തിയിരിക്കുന്നത്. ഇനി വെജിറ്റേറിയൻസ് ആരെങ്കിലും മുട്ട കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ് കേട്ടോ മുട്ട എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് മുട്ട എടുക്കാം. മുട്ട ബോയിൽഡ് എഗ് ആണ് ഞാൻ മെയിൻലി പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ബോയിൽഡ് എഗ് ആണ് കഴിച്ചത്. അതല്ലാണ്ട് ഈ ഓംലെറ്റ് ബുൾസൈ അതിലൊക്കെ ഈ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ എണ്ണയൊക്കെ കയറുന്നതുകൊണ്ട് തന്നെ അതിന്റെ പ്രോട്ടീൻ സോഴ്സ് കുറയാൻ ചാൻസസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കഴിച്ചത് ബോയിൽഡ് എഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ബോയിൽഡ് എഗ് തന്നെയാണ്. കാരണം ഞാൻ ഓൾറെഡി എക്സ്പെരിമെന്റൽ ആയതാണ്. അപ്പൊ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ ഹെയർ ജേണിയിൽ ഉപകാരപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ചിലപ്പോൾ ഇതിൽ കൂടുതൽ പ്രോട്ടീൻ സോഴ്സുകൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ പ്രോട്ടീൻ സോഴ്സുകളൊന്നും ഞാൻ പറയാത്തത്. എനിക്ക് എന്തൊക്കെയാണോ മാറ്റം വന്നത് അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. പിന്നെ നോൺ വെജിറ്റേറിയൻസിന് വരുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ചിക്കൻ നല്ലൊരു പ്രോട്ടീൻ ആണ്. പിന്നെ ഫിഷ് നല്ല പ്രോട്ടീൻ ആണ്. പക്ഷെ ഇതൊക്കെ പ്രോട്ടീൻ കളയാതെ കഴിക്കണം. അതായത് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച ഫിഷ് കറി ഒക്കെ വെക്കണ സമയത്ത് അതിന് അതിന്റേതായ മോശങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ എയർ ഫ്രൈ അല്ലെങ്കിൽ ഓവറായിട്ട് ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് അല്ലെങ്കിൽ വറുത്തരച്ച ചിക്കൻ കറി കഴിച്ചിട്ട് ഞാൻ പ്രോട്ടീൻ എടുത്തു എന്ന് പറയാതെ കുറച്ച് ഷാലോ ഫ്രൈയിലേക്കൊക്കെ നിങ്ങൾ വേവണം. ആദ്യം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ബോയിൽ ചെയ്യുക. നമ്മുടെ നല്ല പുട്ടുകുറ്റി അതിലൊക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് ചിക്കൻ ബോയിൽ ചെയ്തതിനു ശേഷം മൈൽഡ് മസാലകൾ വേണമെങ്കിൽ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കഴിക്കാൻ വേണ്ടി നോക്കുക. ശരിക്കും അതിന്റെ ഒറിജിനൽ ഫോർമാറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മലയാളികൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഉപ്പ്, ലെമൺ, പിന്നെ കുറച്ച് ഗാർലിക് ഒക്കെ ഇട്ട് മാത്രം ഉള്ളൊരു അങ്ങനത്തെ സ്പൈസസ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിരിക്കും ബെറ്റർ. അതല്ലാണ്ട് നമ്മൾ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് നല്ല പൊരിച്ചെടുക്കുന്ന സമയത്ത് അതിനുള്ള എല്ലാ ഗുണങ്ങളും അവിടെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാത്തിന്റെയും മൈൽഡ്, ഓവർ മസാല ഒക്കെ എല്ലാം ഓവർ ആക്കിയിട്ടിട്ട് നമ്മൾ കേരളീയ ഫുഡിലേക്ക് കൊണ്ടുവന്ന് കഴിക്കുന്ന സമയത്ത് അത് അത്ര ഹെൽത്തി ഓപ്ഷൻ അല്ല. കാരണം കേരളീയ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല തേങ്ങയും അങ്ങനെയൊക്കെ ഇട്ട് കഴിക്കുന്ന സമയത്ത് അതത്ര നല്ല ഹെൽത്തി ഓപ്ഷൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഡെയിലി ഇപ്പൊ ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഹെയർ മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിന് ചിക്കനുള്ള എല്ലാ പ്രോട്ടീൻ കണ്ടന്റ് പോയി കഴിക്കാം. പിന്നെ ഷവായ ഒക്കെ നല്ല ഓപ്ഷനാണ്. അതായത് പക്ഷെ നമുക്ക് വീട്ടിൽ ഷവായ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഷവായ പറയുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തോ, നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ട എടുത്തോ. ഞാൻ മുട്ട മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞ ചിക്കനും ഫിഷൊന്നും മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ മത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊക്കെ നല്ല രീതിക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ കൂടുതൽ കഴിക്കും. അതല്ലാണ്ട് ഈ പറയുന്ന ചിക്കൻ കറി അതിലേക്കൊന്നും പോണ്ട. ഷവായും കഴിക്കുമായിരുന്നു. എന്റെ പണ്ടത്തെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ഞാൻ ഒരു അൽഫാം ഷവായ ഒക്കെ കഴിക്കുന്ന നല്ല ഫാൻകളാണ്. അപ്പം അതൊക്കെ നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും വീട്ടിൽ ഈ ഷവായൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിലേക്കൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ മുട്ട കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രോട്ടീനുകളെല്ലാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ആ മാറ്റത്തിന്റെ കൂടെ തന്നെ നിങ്ങൾ കഴിക്കേണ്ട ഒരു സാധനമാണ് വെള്ളം കേട്ടോ. അതിപ്പോ വൈറ്റമിൻ ആണെങ്കിലും പ്രോട്ടീന്റെ കുറവാണെങ്കിലും എന്തിന്റെ കുറവാണ് എങ്കിലും നിങ്ങൾ ഡെയിലി വെള്ളം കുടിക്കണം. അത് നിങ്ങൾ ഒരു 3 ലിറ്റേഴ്സ് ടു 4 ലിറ്റർ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുടിച്ചിട്ടുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതൊരു വലിയ ബോട്ടിൽ മേടിച്ചിട്ട് നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ അലാറം വെച്ച് കഴിക്കാൻ മറ്റുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാനുണ്ട്. കാരണം ഞാൻ എന്റെ വെള്ളം കൂടി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് അലാറം വെച്ചിട്ടാണ്. അതല്ലാണ്ട് എനിക്കൊരു ദാഹം എന്ന പറഞ്ഞൊരു ഫീലിംഗ് വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ വരുന്നില്ലെങ്കിൽ ഒരു പ്രോപ്പർ ടൈമിൽ അലാറം വെക്കുക. വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ബ്രേക്ക് വെക്കുക. വാട്ടർ ബ്രേക്ക് വെച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്ടർ ഇൻടേക്ക് എടുക്കുക. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ ശരിയാക്കിയിട്ടുണ്ടെങ്കിലും വാട്ടർ ഇൻടേക്ക് കറക്റ്റ് അല്ല എങ്കിൽ അതും നമ്മുടെ ഹെയറിന് നല്ലതല്ല. അപ്പൊ പ്രോട്ടീന്റെ കൂടെ തന്നെ നിങ്ങൾ വാട്ടർ ഇൻടേക്ക്, അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് ഏതാണെങ്കിലും അതിന്റെ കൂടെ നിങ്ങൾ വെള്ളം ഒരു കോമൺ എലമെന്റ് ആണ്. പിന്നെ ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കിഡ്നി, ലിവർ അല്ലെങ്കിൽ ഗട്ട് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്യണ സമയത്ത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനല്ല, നിങ്ങളൊരു ഡോക്ടറിന്റെ കൺസൾട്ട് അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ കൺസൾട്ട് ഉണ്ടായതിനു ശേഷം മാത്രം നിങ്ങൾ കഴിക്കുക. കാരണം നിങ്ങൾ വേറെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. സോ അതിന്റെ കൂടെ ഓരോന്നിനും ചിലപ്പം ഓരോന്നിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കാം. അപ്പൊ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽത്തിന് മോശമായിക്കൊണ്ട് നിങ്ങൾ ഹെയർ ഗ്രോത്തിന് നോക്കരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഡോക്ടർ കൺസൾട്ട് ഇല്ലാണ്ട് ഇത് കഴിക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ടൈപ്പ് സപ്ലിമെന്റ്സ് ഹെയറിന് വേണ്ടിയിട്ട് എടുക്കുവാണെങ്കിലും അത് നിങ്ങൾ ഡോക്ടർ കൺസൾട്ട് ഇല്ലാണ്ട് ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. പിന്നെ പ്രോട്ടീനിൽ സപ്ലിമെന്റ്സിന്റെ ആവശ്യമില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡാണ് പ്രോട്ടീനിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സപ്ലിമെന്റ് എന്ന് പറയുന്നത്. സ്ട്രോങ് ഹെയർ സ്റ്റാർട്ട്സ് ഇൻ ദ പ്ലേറ്റ്, നോട്ട് ഇൻ ദ ബാത്റൂം. എത്ര ഹെയർ ഓയിൽ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമില്ല, പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റ് അല്ല എങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ ഹെയറിനെ കുറച്ചെങ്കിലും കൺസേൺ ഉള്ള ആൾക്കാരാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതല്ല നിങ്ങളെ ഹെയറിനെ കുറച്ചിട്ട് കൺസേൺ ഉള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ അവരിലേക്ക് മാക്സിമം എത്തിക്കാൻ വേണ്ടി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹെയർ ബൂസ്റ്ററിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോണത്. സോ മസ്റ്റ് ആയിട്ട് ആ വീഡിയോ കാണാം. പിന്നെ
എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റ വഴി കണക്ട് ചെയ്യാം. എനിക്ക് നിങ്ങൾ DM ചെയ്താൽ മതി. എന്റെ ഇൻസ്റ്റ ID ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ടും അതുപോലെ തന്നെ എന്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.